മാങ്കൂട്ടം വിഷയത്തിൽ ഇപ്പോൾ കുരുക്ക് മുറുകുന്നത് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനാണ്. സതീശനിസത്തിൽപ്പെട്ടാണ് മാങ്കൂട്ടം ഉഴലുന്നത്. സതീശനും ചെന്നിത്തലയും ചേർന്നുകൊണ്ടാണ് തെളിവുകളൊന്നുമില്ലാതിരുന്നിട്ടും മാങ്കൂട്ടത്തെ പൂട്ടിയത് തുടങ്ങി സൈബർ ഇടങ്ങളിൽ വലിയ വിവാദപരമായ ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ മാങ്കൂട്ടം വിഷയത്തിലെടുത്ത തീരുമാനം കൂട്ടായി എടുത്ത തീരുമാനമാണ് എന്നും തന്നെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്നു എന്നും സതീശനും തനിക്ക് നേരെ വരുന്ന സൈബർ അറ്റാക്കിനെ തൊട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ചെന്നിത്തലയും സതീശനുമാണ് മാങ്കൂട്ടം വിഷയത്തിൽ കുടുക്കാൻ നോക്കുന്നത് എന്ന തരത്തിൽ യുവതി മൊഴി നൽകുക കൂടി ചെയ്യുമ്പോൾ എല്ലാ തരത്തിലും കോൺഗ്രസിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പരിപാടിയാണ് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അതേ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വലിയ ആളിക്കത്തിൽ ഉണ്ടാക്കിയവരാരും വേടന്റെ വിഷയത്തിൽ യാതൊരു പുകിലുകളും ഉണ്ടാക്കുന്നില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം വേടൻ എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെതാണല്ലോ. ലൈംഗിക ആരോപണത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന് അടിമുടി പൂട്ടാനൊരുങ്ങുന്ന പോലീസിന് വേടന്റെ കേസിൽ ഒരു മെല്ലെപ്പോക്കാണ് കാണാൻ സാധിക്കുന്നത്. മാങ്കൂട്ടത്തിന്റെ കേസിൽ അതിവേഗം ബഹുദൂരം ഓടിക്കിതക്കാൻ ക്രൈംബ്രാഞ്ച് സുസജ്ജമാണ്. ബാംഗ്ലൂർ വരെ അവർ പോവുകയും ചെയ്യും. ഇരകളാരും മൊഴി കൊടുത്തില്ല എങ്കിലും അബോർഷൻ നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ബംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് പോകാൻ കാണിക്കുന്ന ശുഷ്കാന്തിയുണ്ട്. കൃത്യമായ മൊഴിയും പരാതിയും ഉണ്ടായിട്ടും വേടന്റെ കാര്യത്തിൽ പോലീസിന് അതില്ല. പോലീസ് പ്രതിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വേടൻ CPMന്റെ സംരക്ഷണ വലയത്തിലാണ് എന്ന് വിമർശനങ്ങൾ ഉയരുന്നത്. ഒളിവിലായിരുന്ന വേടൻ KU ജനീഷ് കുമാർ MLAയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട കരിയാട്ടം 2025 വേദിയിൽ പ്രത്യക്ഷപ്പെട്ടതോടെ CPM സംരക്ഷണം എന്ന ആരോപണത്തിന് കൂടുതൽ മൂർച്ചയേറുകയാണ്. ജൂലൈ 30-ന് വനിതാ ഡോക്ടർ നൽകിയ ബലാത്സംഗ പരാതിയിൽ കേസെടുത്തതോടെ ഒളിവിൽ പോയ റാപ്പർക്ക് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഓണാഘോഷ പരിപാടികൾ അടക്കം ഒന്നിലും പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കൊച്ചിയിലും സമീപ ജില്ലകളിലും പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് പെൺസുഹൃത്തിനൊപ്പം ജന്മദിനം ആഘോഷിച്ച് നടന്നപ്പോൾ പോലും വേടനെ കാണാനില്ലെന്ന് പറഞ്ഞു നടന്ന പോലീസ് കൂട്ടമാണ് ഈ കേരളത്തിലുള്ളത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 90ഓളം വേദികൾ നൽകി വേടനെ നവോത്ഥാന നായകനാക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത് എന്നതും പരിഹാസങ്ങൾ ഉയരുന്നുണ്ട്. മാങ്കൂട്ടത്തിന് ഒരു നീതി, വേടന് മറ്റൊരു നീതി, കുന്നംകുളത്ത് സുജിത്തിന് വേറെ ഏതൊക്കെയോ നീതി. ഇങ്ങനെയാണ് ഈ ഭരണം ഇപ്പോൾ പോകുന്നത്.